ഹായ് ഹലോ. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ആനയൂട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പോൾ ഇപ്പം മഴ കുറവുണ്ട്. അപ്പോൾ വേഗം നടക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്ക് എന്തായാലും പോകുമ്പോൾ ഇങ്ങനെ പൂവുണ്ടെങ്കിൽ കൈ പിടിക്കാറുണ്ട്. അപ്പോൾ പോവാട്ടോ നമുക്ക്. ചെറുതായിട്ട് മഴ പെയ്യുന്നതാ. കുടയാണെങ്കിൽ കാലം കുട. രണ്ടാൾക്ക് നിൽക്കണം പറഞ്ഞിട്ട് എടുത്ത് കൈ പിടിച്ചതാട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്യണില്ല. പറയാൻ പറ്റില്ലേ, നമ്മൾ പകുതി എത്തി മഴ പെയ്താൽ ഒരു അഞ്ച് മിനിറ്റോളം നടക്കാണ്ട്, 5-10 മിനിറ്റ് നടക്കാണ്ട്. ഈ കുടയില്ലെങ്കിൽ ശരിയാവില്ല, അതടുത്തത്. അപ്പം ഞങ്ങളിവിടെ വരുമ്പോഴേക്കും ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതൊന്നും ആദ്യം തൊട്ട് കാണാൻ പറ്റിയിട്ടില്ല. കണ്ണൻ ജോലിക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അത് കാരണത്തിൽ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടാവുമോ കഴിഞ്ഞുണ്ടാവുമോ എന്നുള്ളത്. എന്നാലും പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയത് ഭാഗ്യം എന്ന് വിചാരിക്കാം കേട്ടോ. ആനകളൊക്കെ കുറേശ്ശെ തൊഴാൻ പോയി തുടങ്ങി. കഴിഞ്ഞിട്ട് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴേ അതാണ് ഉണ്ടായത്. അപ്പം ഞാനവിടെ ചെന്ന വശം തന്നെ മോളവിടെ നിന്നിട്ട് നിൽക്കാം, ഞാൻ അമ്പലത്തിൽ പോയിട്ട് ആ പൂവൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറിപ്പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആനയൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മോളേനായിട്ട് പിന്നെ തൊഴാൻ പോയത്. രണ്ടാമതും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ പോയതും പിന്നെ വഴിപാട് ചീട്ടാക്കാൻ പോയതൊക്കെ കേട്ടോ. അത് അല്ലെങ്കിൽ മോള് ഒപ്പം പോന്നു കഴിഞ്ഞാൽ അവൾക്കും കൂടി കാണാൻ പറ്റാണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വഴിപാട് ചീട്ടാക്കി. എള്ളുതിരി കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചീട്ടാക്കി. പിന്നെ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് നിന്നതാട്ടോ. അമ്പലത്തിൽ ഈ നടക്കുന്ന വശത്ത് നല്ല വഴുക്കലുണ്ട് കേട്ടോ, മഴ പെയ്ത കാരണം കൊണ്ടേ. അപ്പോൾ പേടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കണത് അതിൽ കൂടെ. ഇന്ന് കുറച്ചധികം തിരക്കുണ്ട് കേട്ടോ. ഈ വഴിപാടുകളൊക്കെ ഇന്നത്തെ ദിവസം ഒരുപാട് വഴിപാടുകളൊക്കെ ആൾക്കാർ കഴിക്കുമല്ലോ. അപ്പോൾ ഈ എള്ളുതിരി എടുക്കാൻ പോണ സ്ഥലത്ത് ഭയങ്കര വഴുക്കല. അവർ ഞാനങ്ങോട്ട് കടക്കുമ്പോഴേ തന്നെ പറയുന്നുണ്ട്, നല്ല വഴുക്കലുണ്ട് കേട്ടോ, വഴുക്കലുണ്ട്. നമ്മളറിയാതെ ചിലപ്പോൾ അങ്ങോട്ട് വേഗം ചെന്ന് നടന്നാൽ വീഴുവേ. അതാണ് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ നിന്നിട്ട് പറയാണ്, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ എള്ളുതിരിയൊക്കെ എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ചുറ്റിട്ടിട്ട് ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അയ്യപ്പസ്വാമിയുടെ അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കണം കേട്ടോ. അപ്പോൾ അതിന് പോവാണ്. ഇങ്ങനെ പൂച്ച നടക്കണ പോലെ വേണം നടക്കാനായിട്ട്, വഴുക്കിയിട്ടേ. ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ റോട്ടിലും അങ്ങനെ തന്നെ ഈ കാലമായി കഴിഞ്ഞാൽ ഉമ്മർത്തിരുന്നിട്ട് ഇങ്ങനെ പറയണം, അവിടെ വഴുക്കൂട്ടാന്ന്. എന്താ ചെയ്യുക, വെള്ളം കൂടുതൽ വീണിട്ടേ. അപ്പം ഇവിടെ ഈ രാമായണം വായിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ ആളുകൾ കേൾക്കാനിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ചുറ്റിട്ട് വന്ന് എള്ളുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നമ്മൾ ശനിയാഴ്ച ദിവസം കത്തിക്കണതാണ് നല്ലത്. എന്നാലും ഞാനിങ്ങനെ പോകുമ്പോൾ എപ്പോഴാണോ പോണത് അപ്പോഴും കത്തിക്കൂട്ടാ. അല്ലെങ്കിൽ പിന്നെ ചില ദിവസം അമ്മ ഇതിനായിട്ട് വരാറുമുണ്ട്, അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ എള്ളുതിരി കത്തിക്കുമ്പോൾ ഇങ്ങനെ നമ്മളതിനെ ഒഴിഞ്ഞ് വെക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആർക്കാണോ കത്തിക്കണത് അവർ വിചാരിച്ചിട്ട് വെക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുതിർന്നവരോരോന്ന് പറഞ്ഞ് തരുമ്പോൾ അതുപോലെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് മോള് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് എന്നും കുറി വരയ്ക്കുക. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിട്ട് ഞാൻ ആദ്യം പോയി തൊഴുതു കേട്ടോ. അപ്പോഴേക്കും മോള് ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആനയൂട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം തൊഴാൻ എൻ്റെ കയ്യിൽ പൂവുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ നേരത്ത് മോൾ അങ്ങോട്ട് പോയപ്പോൾ ഈ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പിന്നെ ഓരോരോ ആനകൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ അവിടെ അങ്ങനെ ഒരുപാട് നേരം നിൽക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കിട്ടി. പിന്നെ അവിടെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ മഴയല്ല, നല്ല നിർത്താത്ത മഴയല്ലായിരുന്നു. അപ്പോൾ ഇതൊരു പാടം പോലത്തെ സ്ഥലമാണ് ഈ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ അവിടെ നന്നായി ഇങ്ങനെ ചേറുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഓടി നടന്ന് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മെല്ലെ ചെന്നിട്ട് നോക്കുമ്പോഴേക്കും അവിടെ തിരക്കൊക്കെ കഴിഞ്ഞു. ആനകൾ ഓരോന്നോരോന്നായിട്ട് പോയി തുടങ്ങിയിട്ടാണ്. ഞാൻ വന്ന ശേഷം അമ്പലത്തിൽ പോയ കാരണം കൊണ്ട്
അമ്പലത്തിലെ ആന തൊഴണതാണ് കൂടുതലും കണ്ടു നിന്നത് കേട്ടോ, ഫ്രണ്ടിൽ അവിടെ അപ്പുറത്ത് ഭഗവതി നടയിൽ. ഇപ്പോഴും ആന അതേന വണ്ടിയിലൊക്കെ കയറി തുടങ്ങിയിട്ടാ, ലാസ്റ്റ് ഉള്ള ആള് വണ്ടിയിൽ കയറി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്ന് ഇങ്ങനെ കഴിക്കണത് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇവിടുന്ന് പോകാൻ തോന്നില്ല, ഒരു അന്തരീക്ഷം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഞാൻ ഉച്ച തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ, ചില ദിവസം അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിലും പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നല്ല നേരത്തെ വരാം. അപ്പോൾ എല്ലാതും നല്ല നേരത്തെ. ഇന്ന് രാവിലെ എണീറ്റ വെച്ച് തന്നെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു ഇന്ന്, ഭയങ്കര മഴ. അയ്യോ, ആ മഴയുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ വരാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ പെണ്ണുങ്ങളല്ലേ, എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അമ്പലത്തിൽ വരാതിരിക്കുകയൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പം വരാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ഭാഗ്യമുണ്ടായി, വരാനെങ്കിലും ഭാഗ്യമുണ്ടായി എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ അടുത്ത കൊല്ലം നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അതാണ്, അങ്ങനെയാണ് പ്രതീക്ഷിക്കുകയല്ലേ നമ്മൾ. അപ്പം അടുത്ത കൊല്ലം നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. മോളെന്ന് ഞാൻ ഉടുപ്പിട്ടോളാൻ പറഞ്ഞതാട്ടോ. അത് ഈ മഴയുണ്ട് എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ ചേറുണ്ടാവും അത് മുറ്റത്ത്. ആദ്യം ഇവിടെ നെല്ല് പണിയുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ഈ കാണുന്ന, അല്ല അത് നമുക്ക് പോകുമ്പോൾ കാണിക്കാം, പോകുമ്പോൾ കാണാമല്ലോ, നെല്ല് പണിയുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം എന്തായാലും എത്ര ഭംഗിയിൽ കിടക്കുന്ന സ്ഥലമായാലും മഴ പെയ്താൽ നമ്മുടെ പാടത്തിൻ്റെ ഒരു അവസ്ഥയാണ് ആവുക കേട്ടോ. അപ്പം അതാണ് ഈ ചെളി, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പം അത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ മോളോട് പറഞ്ഞത് പാവാടയൊന്നും ഇടണ്ടെന്ന്. മോള് പാവാട എടുത്തിട്ട് എന്നിട്ടിപ്പോൾ പാവാട പകുതി മുങ്ങിയിട്ടായിരിക്കണം കേട്ടോ. ഈ ഷാളെ ഒതുങ്ങി കിടക്കില്ല, ഈ ഓർഗൻസ മെറ്റീരിയൽ. അത് കാരണം ഇതിൻ്റെ കളർ കണ്ടിട്ട് എടുത്ത കേട്ടോ ഞാൻ. അത് എടുത്തത് വല്ലാത്തൊരു രസമുള്ള കാര്യം കേട്ടോ. കാവ്യമാധവൻ ഒരു ചുരിദാർ ഇട്ടിട്ട് ഞാനിങ്ങനെ കണ്ടു കേട്ടാ. ഇതില്ലേ ചുരിദാർ ഇട്ടിട്ട് കണ്ടു, നല്ലൊരു കളർ, എന്തൊരു ഭംഗി അതിൽ കാവ്യനെ കാണാൻ. അപ്പം ഞാൻ ആ കളർ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനത്തെ ഒരു കളർ കിട്ടണമെന്നുണ്ടായിരുന്നു. അല്ലാതെ അതുപോലെ ആവാനല്ല കേട്ടോ, അതുപോലെ അങ്ങനെ വിചാരിക്കരുത്. എന്നിട്ട് അങ്ങനെ ഒരു കളർ ഞാൻ തപ്പിയപ്പോൾ മീഷോയിൽ കണ്ടത് ഈ കളർ ഇട്ടാ. പക്ഷെ അത് ഈ കളറല്ല, ഒന്നും കൂടി നല്ല കളറാണ് അത്. അതിൻ്റെ വിടർന്ന പൂവുണ്ടാവും, അതല്ല അമ്പലക്കുളം. നമുക്ക് വെറുതെ പോയിട്ട് നോക്കിയിട്ട് വരാം. അങ്ങനെയാണ് ഈ ഡ്രസ്സ് ഈ കളർ എടുത്തത്. അതുകൊണ്ടാണ് ഈ ഓർഗൻസ് എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല, ഇങ്ങനെ ഇത് ഒതുങ്ങി നിൽക്കില്ല കേട്ടോ അത്. പക്ഷെ തയ്ക്കാൻ നല്ല സുഖമാണ്. അവിടെ എഴുതി വെച്ചത് വായിക്കാം ആദ്യം. എന്തൊക്കെ എഴുതി വെച്ചത്? ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇപ്പുറം സ്ത്രീകൾ, അപ്പുറം അങ്ങനെ എഴുതിണ്ടാവും. അലക്കുന്നത് ക്ഷേത്ര സമയം കഴിഞ്ഞാൽ ക്ഷേത്രക്കുളത്തിലേക്ക്, ക്ഷേത്രത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ അതിന് കുളത്തേക്ക് പോകണില്ലല്ലോ നമ്മള്, വെറുതെ പോയി നമ്മള് ഇവിടെ നിൽക്കണല്ലോ. ഇത് വന്ന് അമ്പലക്കുളം. ഇതാട്ടോ അമ്പലക്കുളം. നല്ല ഭംഗിയില്ലേ, നല്ലൊരു നീല വെള്ളം. വെള്ളം കൂടിയിട്ടാ, വെള്ളം കൂടിയുണ്ട് ഇപ്പോൾ. നല്ല നീല വെള്ളം കേട്ടോ. നീലല്ല, പച്ച. പച്ച വെള്ളം. അത് കടന്നൂടെ, നമുക്ക് വെറുതെ ഒന്ന് കിടക്കണം. ഇതാണ് കേട്ടോ കുളപ്പുര. തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കുളത്തിലേക്ക് കടക്കാനൊന്നും ഞങ്ങൾ സാഹസം കാട്ടിയില്ല കേട്ടോ, വേണ്ട. അപ്പോൾ അങ്ങനെ കുളം കണ്ടു. ഇനി ഈ ഒരു പൂവ് കണ്ടോ, അത് ഈ ഒരു പൂവ് എടുത്തേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു പൂവ്? ഞങ്ങൾ ചെറുപ്പത്തിൽ ഇത് ഓണത്തിന് എത്ര വെച്ചിട്ടാ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് വയ്ക്കുക. ഇത് തലേദിവസം കൊണ്ടുവന്ന് വെച്ചാൽ വേഗം വാടും ഈ പൂവ്.
എന്നിട്ട് ഇത് ഈ തണ്ടോട് കൂടി പൊട്ടിച്ചു കൊണ്ടുവരും കേട്ടാ. എന്നിട്ട് ഈ തണ്ടോടൊക്കെ എന്നെ എടുത്തു വെക്കും. പിറ്റേ ദിവസം പൂക്കളത്തിലിടും. ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ നിൽക്കൂട്ടത്. കഴിഞ്ഞൊരു ചുരുണ്ട് പോവത്. ആനകളൊക്കെ പോവാൻ വേണ്ടി വണ്ടിയിൽ കയറിയിട്ടാ ഞങ്ങള് പോവാ. പോയി കഴിഞ്ഞാലേ ഇവര് മൂന്നാളും കൂടി ഇവര് 3 ആളുള്ളൂ. ഇനി 10 ആന ഉണ്ടായിരുന്നു കേട്ടാ. 2 പെൺകുട്ടികളുണ്ടായിരുന്നു. 2 പെൺകുട്ടികളുണ്ടായിരുന്നു കേട്ടാ. പെൺകുട്ടികൾ തന്നെയാണോ അത്? അതെ അതെ. മോളെ പാവടയിലൊന്ന് തുടക്കാം. പോവാ. ആനേനെ കയറ്റി പോണത് കാണാനാണ് ഈ നിൽക്കുന്നത്. ഞാൻ ആനയുടെ മാലയെന്ന് ഈ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പൊട്ടിച്ചിട്ടാണ്. ഇവിടെ പൊട്ടിച്ചിട്ടിട്ട്. അപ്പം ഇത് വിതയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഈ കുട എടുക്കുമ്പോൾ എൻ്റെ മോൾ തന്നെ ചീത്ത പറഞ്ഞു, ഈ കുടയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ, നനഞ്ഞിട്ട് നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയി എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഈ കാലുകുടയിലെടുത്ത് കൈ പിടിച്ചു. കണ്ടപ്പോൾ അത് ഒരു ഉപകാരം ഉണ്ടായിരുന്നു, നനഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. ഇത് കയ്യിൽ കാരണം ശരിക്കും തൊഴാനും കൂടി വെച്ചിട്ട് ഇത് കയ്യിൻ്റെ മുകളിൽ കൊളത്തിയിട്ട് അവിടെ കൊളത്തിയിട്ട് ഇവിടെ കൊളത്തിയിട്ട് എന്നാലും കുഴപ്പമില്ല. മഴ പെയ്തില്ലെങ്കിലല്ലേ നമ്മൾ കുടേനെ കുറ്റം പറയുക, പെയ്താൽ അങ്ങനെ പറയില്ലല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അവിടെ നടന്ന് വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ചൂടെടുക്കുക, എത്ര തണുപ്പത്ത്. മഴ പെയ്തേ ഇല്ല കുട കണ്ടപ്പോൾ. കണ്ടോ, ഞാൻ ഈ മുകളിലെ ഡ്രസ്സ് കണ്ട, ഇത് ഈ ടോപ്പ് ഞാൻ തയ്ച്ചതാട്ടാ. കണ്ട് അടിപൊളിയല്ലേ? അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ വല്ലതും കഴിച്ചിട്ട് ഇരിക്കട്ടെ കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ.